ജോരി ജില്ലയിൽ വ്യാഴാഴ്ച വിവാഹ പാർട്ടി സഞ്ചരിച്ച ബസ് മലയിടുക്കിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽപ്പെട്ട 50 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മണിക്കൂറുകളോളം സൈന്യം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കാശ്മീർ മേഖലയിൽ അടുത്ത 48 മണിക്കൂർ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രങ്ങൾ അറിയിച്ചു. പ്രധാന നദികളെല്ലാം അപകടകരമാം വിധം നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. മേഖലയിൽ അധികൃതർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീനഗർ, അനന്ത്നാഗ്, പുൽവാമ, പൂഞ്ച് ജില്ലകളിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. പ്രളയബാധിത മേഖലകളിൽ നിന്നും 3000-ലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ വെള്ളിയാഴ്ചയും ഗതാഗതം തടസ്സപ്പെട്ടു. മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള നേരിട്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. We have requisitioned the army to come out in aid to civil administration. Army boats are supplementing whatever efforts the civil government is able to put in. ബുധനാഴ്ച മുതൽ ഇതുവരെ വിവിധ സ്ഥലങ്ങളിലുണ്ടായ അപകടങ്ങളിൽ 100-ലേറെ പേർ മരിച്ചതായാണ് വിവരം. കഴിഞ്ഞ 60 വർഷത്തിനിടെ ജമ്മു കാശ്മീരിലുണ്ടായ ഏറ്റവും വലിയ പ്രളയമാണിത്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.